എല്ലാവർക്കും എ ഫാമിലി വ്ളോഗ് വിത്ത് ലക്ഷ്മിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പനീർ 65 ആണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് പറയാം. ഒരു 250 ഗ്രാം പനീറിന് ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, പിന്നെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മുളക് പൊടി. അത് കാശ്മീരി ഉപയോഗിക്കാം, അല്ലാതെ എരിവുള്ളതാണെങ്കിലും ഉപയോഗിക്കാം, നിങ്ങളുടെ ഇഷ്ടം പോലെ. അതിൻ്റെ കൂടെ ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും ചേർക്കുക. പിന്നെ വേണ്ടത് ഒരു നാരങ്ങയുടെ പകുതിയാണ്, അത് നമുക്ക് എടുക്കാം. അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇപ്പോൾ നമുക്ക് ഒരു നാരങ്ങയുടെ പകുതിയും കൂടി പിഴിഞ്ഞൊഴിക്കാം. ഇത് നല്ല ഇഡ്ഡലി മാവിൻ്റെ അളവിൽ വേണം കലക്കിയെടുക്കാൻ. അത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം കലക്കിയെടുക്കാൻ. പെട്ടെന്ന് മൊത്തത്തിൽ വെള്ളം ഒഴിക്കരുത്, വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ പനീറിൽ പിടിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ വേണം എടുക്കാൻ. നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് അത് കലക്കിയെടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കലക്കിയെടുക്കാം. ഈ പരുവത്തിൽ വേണം നമ്മൾ എടുക്കാൻ, ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ. അതിലേക്ക് 250 ഗ്രാം പനീർ ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് മിക്സ് ചെയ്യുക. അത് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഉടഞ്ഞു പോകരുത്, ഉടഞ്ഞു പോകാതെ പയ്യെ മിക്സ് ചെയ്യുക. അത് മിക്സ് ചെയ്തിട്ട് നമുക്ക് അരമണിക്കൂർ പുറത്ത് വെച്ചാലും മതി. ഇല്ലെങ്കിൽ പെട്ടെന്ന് വറുത്തെടുക്കാനാണെങ്കിൽ ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ മതി. അത് സെറ്റായി കിട്ടും, പനീറായിട്ട് നല്ലപോലെ സെറ്റായി കിട്ടും. അല്ലെങ്കിൽ പുറത്ത് വെച്ചാലും മതി. ഇത് നമുക്കിനി വറുത്തെടുക്കാം. എണ്ണ ചൂടായി, അതിനകത്തേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഈ പനീർ 2 സൈഡ് നല്ല ബ്രൗൺ നിറമാകുന്നത് പോലെ തിരിച്ച് മറിച്ച് വിട്ട് വറുത്തെടുക്കാം. കോരി ഒരു പാത്രത്തിലോട്ടിടാം. അതൊരു ടിഷ്യൂ പേപ്പർ ഇട്ട് ഇടുവാണെങ്കിൽ ആ എണ്ണ മൊത്തം അത് വലിച്ചെടുത്തോളൂ. മൊത്തം കോരി എടുക്കാം.
അപ്പോൾ ഇതേ എണ്ണയിൽ തന്നെ കുറച്ച് കറിവേപ്പിലയും 2-3 പച്ചമുളകും കൂടി അരിഞ്ഞിട്ടത് ഒന്ന് വറുത്തെടുക്കാം. ഒത്തിരി ഫ്ലേവറിന് നല്ലപോലെ ഒന്ന് കോരി ഒരു പാത്രത്തിലോട്ട് സ്റ്റെപ്പിൽ വരുന്നത് ഈ പാത്രത്തിലേക്ക് ഇതാ നമ്മുടെ പനീർ 65 റെഡിയായിട്ടുണ്ട്. നല്ല രുചിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.